ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാൾ ഹാങ് ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ്, അതായത് വാൾ ഹാങ്ങിൻ്റെ ക്ലോസറ്റിൻ്റെ അടിവശം നമുക്ക് എത്ര ഇഞ്ച് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ കൺസീലർ ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസീലർ ഫ്ലഷ് ജാഗോറിൻ്റെ മൊത്തം സെറ്റാണ് വന്നിരിക്കുന്നത്. അത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ 4 ഇഞ്ച് ഔട്ട് പോകുന്നത്, അതായത് ക്ലോസറ്റിൽ നിന്ന് പൈപ്പ് പോകുന്നത് നമുക്ക് വീടിൻ്റെ ബെൽറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് ഒഴിവാക്കാം. അപ്പോൾ വീടിന് ഏറ്റവും സേഫ്റ്റി ആയിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ കാരണം. അത് നമ്മൾ ഇനി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ കൊടുത്തു, പിന്നെ കുളിക്കുന്ന ഏരിയ കൊടുത്തു. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ ശരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കുളിക്കുന്ന ഏരിയയുടെയും ക്ലോസറ്റിൻ്റെ ഏരിയയിലാണ്. ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊക്കെ വരാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്രഷ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന സ്വിച്ച് ബോർഡിൽ നമ്മൾ മെയിനായിട്ട് എക്സോസ്റ്റ് ഫാൻ വരും, ഹീറ്റർ വരും, അതുപോലെ തന്നെ ഒരു മിറർ ലാമ്പ് ഉണ്ടെങ്കിൽ മിറർ ലാമ്പ് വരും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലായിട്ട് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷവറിൻ്റെ തൊട്ടടുത്തായിട്ട് 2 ആംഗിൾ കോക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാനിൻ്റെ ഒരു ഓപ്ഷൻ കൂടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ അടിവശം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നു. ക്ലോസറ്റിൻ്റെ അടിവശം നമുക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് ഹൈറ്റെങ്കിലും അടിവശം നമുക്ക് കിട്ടണം. അടിവശം നമുക്ക് ഏകദേശം 2 ഇഞ്ച് ഈ ക്ലോസറ്റിൻ്റെ അടിവശം നമുക്ക് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഹൈറ്റെങ്കിലും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അതിൻ്റെ അടിവശം കണ്ടോ, അത് ഓവറായിട്ട് കൂടാനും പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 16 ഇഞ്ച് ടു 18 ഇഞ്ച് ഇതിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ സീറ്റ് കവർ ഉൾപ്പെടെ അതിൻ്റെ ടോപ്പ് വരേണ്ടത്. അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത് 16 ഇഞ്ചിനും 18 ഇഞ്ചിനും ഇടയിലാണ് വരേണ്ടത്. 18 ഇഞ്ചിന് മുകളിലേക്ക് ഒരിക്കലും കയറി പോകരുത്. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് നിലത്ത്, നമ്മൾ ഇരിക്കുന്ന ഈ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് നിലത്ത് മുട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 18 ഇഞ്ചിനും 16 ഇഞ്ചിനും ഉള്ളിൽ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വാൾ ഹാങ് ക്ലോസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശം നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൽ നിന്ന് 2 ഇഞ്ച് ഹൈറ്റിലേക്ക് പൊങ്ങി പോകാനും പാടില്ല അടിവശത്തെ ഗ്യാപ്പ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്യുക. അതിൽ നിന്നും നമുക്ക് ഈ കൺസീലർ ഫ്ലഷ് കാര്യങ്ങൾ വെക്കുന്ന ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 16 ഇഞ്ചിനും 18 ഇഞ്ചിനും ഇടയ്ക്കാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ സീറ്റ് കവർ ഉൾപ്പെടെ നമുക്ക് വരേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയണമെന്ന്, ബാത്റൂമിൻ്റെ ആയാലും വീടിൻ്റെ ആണെങ്കിലും വയറിംഗ് ആയാലും പ്ലംബിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.